യക്ഷിയമ്മേ, ഉറക്കം വരുന്നില്ല. എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നല്ലൊരു കുഞ്ഞിക്കഥ. ഓ, നീലുമോൾക്ക് കഥ വേണോ? ഞാൻ നിനക്ക് സുന്ദരമായ രാജകുമാരന്മാരുടെ കഥയല്ല പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ആരുടെ കഥയാ? വല്ല മാലാഖമാരുടെയുമാണോ? അല്ല, കാരിരുമ്പിന്റെ കരുത്തുള്ള, കണ്ണുകളിൽ തീപ്പൊരിയുള്ള ഒരു രാക്ഷസന്റെ കഥ. ഒരു വല്ലാത്ത രാക്ഷസന്റെ കഥ കേൾക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? രാക്ഷസനോ? അയ്യോ, എന്നാലും സാരമില്ല. യക്ഷിയമ്മ പറയുവാണെങ്കിൽ ഞാൻ കേൾക്കാം. രാക്ഷസനും മിടുക്കനായ രാജാവ്. ഒരിടത്തൊരിടത്ത് വലിയ മരങ്ങളും കുരങ്ങന്മാരും കിളികളുമുള്ള ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാടിന്റെ ഉള്ളിൽ ഭയങ്കരനായ ഒരു രാക്ഷസൻ താമസിച്ചിരുന്നു. അവനെ കണ്ടാൽ ആരും പേടിച്ചു പോകും. അത്ര വലിയ ശരീരവും ഉരുളൻ കണ്ണുകളുമായിരുന്നു അവന്. പക്ഷെ അവനൊരു വിചിത്രമായ പ്രത്യേകതയുണ്ടായിരുന്നു. അവന്റെ നീളൻ മുടി. ആ രാക്ഷസന്റെ മുടി വെറും മുടിയല്ല കേട്ടോ, അതിൽ നിറയെ ഒരു തരം പശ പറ്റിയിട്ടുണ്ടായിരുന്നു. വല്ല ഈച്ചയോ തുമ്പിയോ അതിൽ ചെന്നിരുന്നാൽ പിന്നെ രക്ഷയില്ല. ചെപ്പ് എന്ന് പറഞ്ഞ് അവിടെ ഒട്ടിപ്പോകും. കാറ്റത്ത് പറന്നു വരുന്ന ഇലകളും ഉണങ്ങിയ കമ്പുകളും വരെ ആ മുടിയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആ രാക്ഷസന്റെ തല കാണാൻ ഒരു വലിയ പക്ഷിക്കൂട് പോലെയായിരുന്നു. ഈ രാക്ഷസൻ രാത്രിയായാൽ ഗ്രാമത്തിൽ വന്ന് വലിയ ശബ്ദത്തിൽ നിലവിളിക്കും. ഹ ഹ ഹ ഹ, ഞാനാണ് ഒട്ടിപ്പൻ രാക്ഷസൻ. അവൻ വീടുകൾക്ക് മുകളിൽ തട്ടി വിളിക്കുകയും ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യും. പാവം നാട്ടുകാരെല്ലാം പേടിച്ച് പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ ധൈര്യശാലിയായ രാജാവ് വന്നത്. രാജാവ് പറഞ്ഞു, എന്റെ നാട്ടുകാരെ ആരും പേടിക്കണ്ട, ആ രാക്ഷസനെ ഞാൻ പാഠം പഠിപ്പിക്കാം. സൈനികർ പേടിയോടെ പറഞ്ഞു, അയ്യോ രാജാവേ, അങ്ങോട്ട് പോകല്ലേ, അവന്റെ മുടിയിൽ തൊട്ടാൽ അങ്ങും അവിടെ ഒട്ടിപ്പോകും. പക്ഷെ രാജാവ് ചിരിച്ചുകൊണ്ട് തന്റെ വില്ലും അമ്പും എടുത്ത് കാട്ടിലേക്ക് പോയി. കാട് മുഴുവൻ നിശബ്ദമായിരുന്നു. പെട്ടെന്ന് ധൂം, മരങ്ങൾക്കിടയിൽ നിന്ന് രാക്ഷസൻ ചാടി വീണു. അവന്റെ മുടിയിൽ പല ഇലകളും കല്ലുകളും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് രാജാവിന് ചിരി വന്നെങ്കിലും അദ്ദേഹം ഗൗരവത്തിൽ നിന്നു. രാജാവ് വേഗം ഒരു അമ്പ് വിട്ടു. ഷൂ! അമ്പ് നേരെ പോയി രാക്ഷസന്റെ മുടിയിൽ ഠിം എന്ന് ഒട്ടി നിന്നു. രാജാവ് അടുത്ത അമ്പ് വിട്ടു. അതും ഒട്ടിപ്പോയി. 10ഉം 20ഉം അമ്പുകൾ വിട്ടു. അതെല്ലാം രാക്ഷസന്റെ തലയിൽ ഒരു വല്ലാത്ത കിരീടം പോലെ ഒട്ടിപ്പിടിച്ചു നിന്നു. രാക്ഷസൻ അട്ടഹസിച്ചു. ഹ ഹ ഹ, നിന്റെ അമ്പുകളെല്ലാം എന്റെ മുടിയിലുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ ശക്തി മുഴുവൻ ഈ മുടിയിലാണ്. രാജാവ് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ പാവം രാക്ഷസ, നിന്റെ മുടിയിൽ ഇത്രയും അമ്പുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ? നീ ഇപ്പോൾ എന്റെ അടുത്തേക്ക് വന്നാൽ ആ അമ്പുകൾ നിന്റെ മുഖത്ത് തന്നെ കുത്തില്ലേ? നിനക്ക് നല്ല വേദന എടുക്കില്ലേ? രാക്ഷസൻ പേടിച്ചുപോയി. അയ്യോ, അതെന്താ അങ്ങനെ? രാജാവ് പറഞ്ഞു, നീ വേഗം പോയി ആ പുഴയിൽ തല നന്നായി കഴുകി ആ പശയെല്ലാം കളയൂ. അമ്പുകളെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പൊക്കോളും. എന്നിട്ട് വന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കൂ. അപ്പോഴാണ് നീ ശരിക്കും ധീരനാവുന്നത്. മണ്ടൻ രാക്ഷസൻ വിചാരിച്ചു, ഇത് ശരിയാണല്ലോ. അവൻ ഓടിപ്പോയി പുഴയിൽ തലയിട്ടു. ഒരുപാട് വെള്ളം ഉപയോഗിച്ച് അവൻ തല നന്നായി തേച്ചു കഴുകി. പശയെല്ലാം പോയി അമ്പുകളെല്ലാം പുഴയിലൂടെ ഒഴുകിപ്പൊക്കുന്നു. മുടി ഉണക്കി തിരികെ വന്ന രാക്ഷസന് ഇപ്പോൾ പഴയ ശക്തിയില്ല. അവന്റെ മുടി വെറും പഞ്ഞി പോലെ മൃദുവായ സാധാരണ മുടിയായി മാറി. രാക്ഷസൻ ഓടി വന്നപ്പോൾ രാജാവ് തന്റെ വാളെടുത്ത് ഒരൊറ്റ വീശൽ. രാക്ഷസൻ പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ ആ രാക്ഷസനെ ആ ഗ്രാമത്തിൽ ആരും കണ്ടിട്ടില്ല. ഗുണപാഠം: എത്ര വലിയ ശക്തിയുള്ളവനെയും ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് തോൽപ്പിക്കാം. വാവ്, കുഞ്ഞിയക്ഷി, എന്തൊരു നല്ല കഥ! ആ രാജാവ് വളരെ ബുദ്ധിമാനായിരുന്നു. അതേ നിലുവാവേ, വലിയ ശക്തി ഉണ്ടെങ്കിൽ മാത്രം പോരാ, ബുദ്ധിയും വേണം. ആ രാക്ഷസൻ വീണ്ടും വരുമോ? ഹോ, നീ നല്ല കുട്ടിയായിരുന്നാൽ
ഒരു രാക്ഷസനും വരില്ല. ഞാൻ നല്ല കുട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇനി ഉറങ്ങണം. നാളെ ഞാൻ മറ്റൊരു കഥ പറയാം. ശുഭരാത്രി കുഞ്ഞിയക്ഷി. അങ്ങനെ കുഞ്ഞിയക്ഷിയുടെ കഥ കേട്ട് നിലുവാവെ സന്തോഷത്തോടെ ഉറങ്ങിപ്പോയി. Please subscribe and click the bell icon.